അപ്പോൾ ഇതേ ഓണം എക്സാം ഇല്ല എന്നായിരുന്നു നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ. മനസ്സിൽ അങ്ങനെ ഒരു ചെറുതായിട്ട് ആശ്വസിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഇടുത്തി പോലെ വന്നത്. ഓണം എക്സാം ഉണ്ട്, നിങ്ങൾക്ക് എക്സാം ഓഗസ്റ്റിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാന്നുള്ള കാര്യം വന്നത് അല്ലേ, കൺഫർമേഷൻ വന്നത്. അപ്പോൾ ഇനിയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇനി എങ്ങനെ പഠിച്ച് തുടങ്ങണം എന്നുള്ളതാണ് അല്ലേ പലരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമ്മുടെ മുന്നിൽ ഇനി തികച്ച് ഒരു മാസം ഉണ്ടെന്ന് പോലും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി പോകുന്നത് ഇതുവരെ ആയിട്ടും ഒന്നും പഠിച്ചു തുടങ്ങാത്ത കുട്ടികളാണ്. അപ്പോൾ എനിക്ക് അവരോടായിട്ട് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് തന്നെ ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഓണം എക്സാമിൻ്റെ പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി അതല്ലാതെ ഓൾറെഡി ഫ്ലോയിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇനി ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇനി കുറച്ച് ടിപ്സാണ് ഞാൻ തരാൻ വേണ്ടി പോകുന്നത്, എങ്ങനെ പഠിക്കണം, എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ള കാര്യമാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന പോലെ വീണ്ടും നിങ്ങളൊരു ചാപ്റ്ററിനെ നിങ്ങൾ എങ്ങനെയാണോ ആദ്യമായിട്ട് പഠിച്ചത് ആ രീതിയിലാവരുത് ഇനി ആ ചാപ്റ്ററിനെ നിങ്ങൾ പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ആദ്യം ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസ് ആണെങ്കിൽ തിയറി പേപ്പറാണ്, വായിച്ച പോലെ വായിക്കരുത്. അവരെന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചത് വായിക്കുക, അല്ലെങ്കിൽ വായിക്കുന്ന സമയങ്ങളിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റഡി ടിപ്സ് ആയിട്ടുള്ള പൊമഡോറോ മെത്തേഡ്, അല്ലെങ്കിൽ 25 മിനിറ്റ്, അല്ലെങ്കിൽ 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, ഇങ്ങനെയുള്ള സ്റ്റഡി ടിപ്സൊക്കെ കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട സമയമാണ് ഇനിയുള്ളത്. പിന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പ്രോബ്ലം പേപ്പേഴ്സും വരുന്നുണ്ടല്ലോ. എക്കണോമിക്സിലും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ടൻസിലൊക്കെ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ പ്രോബ്ലം പേപ്പേഴ്സിന് നിങ്ങൾ എപ്പോഴും തിയറി പേപ്പർ പോലെ വായിച്ച് പഠിക്കാതെ പകരം നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനാണ് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലുള്ള ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ വൈസ് എക്സാം, പിന്നെ ചാപ്റ്റർ വൈസ് വർക്ക് ഷീറ്റുകൾ, പിന്നെ PYQs ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് ഇനി നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി ഒട്ടും പഠിച്ചു തുടങ്ങാത്ത കുട്ടികളോടാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ പഠിക്കാനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആവണം ഇനി നിങ്ങൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ടത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 1 ഷോട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് കാണുക. അതായത് നമുക്ക് ബാച്ചിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ആണെങ്കിൽ നമ്മൾ 1 ഷോട്ട് വീഡിയോസ് ഉണ്ടാവും ചാപ്റ്റേഴ്സിൻ്റെ, അത് കാണാനാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ഓരോ ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും എടുത്തിട്ടുള്ളത്. അതെന്ന് പറയുമ്പോൾ ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ 2-3 പാർട്ടൊക്കെ വെച്ചിട്ടായിരിക്കും ഓരോ ചാപ്റ്റർ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിലെയും ഇങ്ങനെ ഓരോ ചാപ്റ്ററിനെ 2-3 പാർട്ടൊക്കെ വെച്ച് നിങ്ങൾ കണ്ടു തീർക്കുക എന്ന് പറയുമ്പോൾ അതിന് മാത്രമുള്ള സമയമില്ല. അപ്പോൾ ആ സമയമില്ലായ്മ എന്നുള്ളൊരു കാര്യത്തെ നിങ്ങൾ മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, ഉള്ള സമയത്ത് എങ്ങനെയൊക്കെ പഠിച്ച് തീർക്കുന്നു എന്നുള്ളതിലാണ് നിങ്ങളുടെ കഴിവിരിക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് 1 ഷോട്ടുകളൊക്കെ കാണുക, മാക്സിമം ഇതുപോലുള്ള സ്റ്റഡി ടിപ്സുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട്. സ്റ്റഡി ടിപ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ വീഡിയോ പോയിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കുക എന്നുള്ള കുറേ ടിപ്സ് അതിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ ടിപ്സൊക്കെ വെച്ചിട്ട് വേണം ഇനി നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പഠിക്കാം, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് എങ്ങനെ പഠിക്കാം എന്നുള്ള വീഡിയോസൊക്കെ ആയിട്ട് മിസ് വരും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.